ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഈ 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ UDF തരംഗത്തിൽ നിന്ന് ചെറുത്ത ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അന്ന് 2019 MM ആരിഫ് നേടിയത് 4,45,970 വോട്ട്, 40% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഷാനിമോൾ ഉസ്മാൻ നേടിയത് 4,35,496 വോട്ട്, 39% വോട്ട് ഷെയർ ഉണ്ട്. KS രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി 1,87,729. ഇത്തവണ ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ശ്രദ്ധേയമാകുന്നത് ശോഭാ സുരേന്ദ്രന്റെ വരവ്, ഒപ്പം തന്നെ KC വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതാണ്. അവിടെ ഒരു ത്രികോണ പോരുണ്ടോ യഥാർത്ഥത്തിൽ? ശരി, വളരെ ശരിയാണ്. ഒരു ത്രികോണ പോര് ആലപ്പുഴയിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. കഴിഞ്ഞ KS രാധാകൃഷ്ണന് നൽകിയ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടല്ല. ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത സ്ത്രീകളുടെ ഇടയിൽ വലിയൊരു ആകർഷണത്തിന് നേടാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. പിന്നെ മാത്രമല്ല ശക്തമായ പ്രസംഗമുണ്ട്, വ്യക്തമായ നിലപാടുകളുണ്ട്. BJPയിൽ ഏറ്റവും വലിയ ശക്തമായ വനിതാ സാന്നിധ്യം കാണിക്കുന്നത് ശോഭാ സുരേന്ദ്രനിലാണ്. അവർ എവിടെയൊക്കെ ഇലക്ഷൻ നിന്നിട്ടും അവിടെയെല്ലാം അവർ വോട്ട് വർദ്ധിപ്പിച്ചുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് അവർ വിജയിക്കത്തില്ല, പക്ഷെ തീർച്ചയായിട്ടും ഗണ്യമായിട്ട് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ച മറ്റു കാര്യങ്ങൾ, ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു നേരിയ വ്യത്യാസത്തിലാണ് ഷാനിമോൾക്ക് വോട്ട് നഷ്ടത്ത് പോയത്. 5000 വോട്ട് എന്തോ ചെറിയ മാർജിനിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം നല്ലൊരു ലോക്സഭാ മണ്ഡലത്തിലെ UDFനൊരു പശ്ചാത്തലമുണ്ട് എന്ന് നിലനിൽക്കുകയും അതോടൊപ്പം ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രസക്തനായ ഒരു കാൻഡിഡേറ്റ് തന്നെ ആലപ്പുഴയിലേക്ക് വരികയും മാത്രമല്ല വേണുഗോപാൽ അതിൻ്റെ സാമുദായിക പശ്ചാത്തലങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് NSSൻ്റെ നല്ല പിന്തുണയുണ്ട്, SNDP കമ്മ്യൂണിറ്റിയുടെ നല്ല പിന്തുണയുണ്ട്, ക്രൈസ്തവ ഭാഗത്തിൻ്റെ നല്ല പിന്തുണയുണ്ട്. ഈ കാൽക്കുലേഷൻസ് എല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിത്വം താല്പര്യം. ഇല്ലെങ്കിൽ രാജ്യസഭാ മെമ്പറല്ല, അദ്ദേഹത്തിന് അവിടെ വരേണ്ട കാര്യമില്ല. വിജയിക്കുന്നത് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഈ പിണറായിക്ക് അല്ലെങ്കിൽ CPM എന്നതിനപ്പുറം പിണറായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നുണ്ട്. BJPക്ക് ഒരു വടി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് KC വേണുഗോപാൽ അവിടെ മത്സരിക്കാൻ വന്നത്. പിന്നെ CAയുടെ വിഷയമൊക്കെ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ അതിൽ CAയെ കുറിച്ച് പരാമർശമില്ല. ഇതൊക്കെ KC വേണുഗോപാലിനെ തിരിച്ചടിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് BJPക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുന്നത് ആലപ്പുഴയിൽ വേണുഗോപാൽ വരുമ്പോഴെന്ന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ഈ ആരോപണത്തിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് BJPക്ക് അടി കൊടുക്കാനൊരു അല്ലെ BJPക്ക് ഒരു വടി കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു സന്ദർഭം എങ്ങനെ വിവരിക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായിട്ടും CAയുടെ കാര്യം കേരളം ഒട്ടുക്ക് ഉള്ളത് പറയുന്നൊരു കാര്യമാണ്. ഇതിനെന്ത് സ്വാധീനം ഉണ്ടാകുമെന്ന് ഈ തിരഞ്ഞെടുപ്പിലെ വിധി വരുമ്പോൾ നമുക്കറിയാം. ഇതിന് കാരണം BJP വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അപ്പീസ്മെൻ്റ് അല്ല. അങ്ങനെ നോക്കണമെങ്കിൽ പരമ്പരാഗതമായി മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് നടത്തുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പല രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞതിൻ്റെ വിജയമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ വൻ ഭൂരിപക്ഷം. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ആ കണക്കൂട്ടിലൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാറി. അതിൻ്റെ പ്രധാന കാരണം കേന്ദ്രത്തിൽ BJPയെ ചെറുക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലേ പറ്റൂ. ഈ ഫാക്ടർ നന്നായിട്ട് ഇടതുപക്ഷത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം CAയെ പ്രശ്നം പറയുന്നത്. പക്ഷെ CAയെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ആൾക്കാർക്കറിയാം, കേരളത്തിലെ ഒരു പൗരന് പോലും ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല CA. അത് പശ്ചിമ ബംഗാളിലും നോർത്ത് ഈസ്റ്റിലുമുള്ള സംസ്ഥാനങ്ങളിൽ കുടിയേറി വരുന്ന ബംഗ്ലാദേശികൾക്കും മറ്റ് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ മയാൻമാറിൽ നിന്നോ വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യയിലെ ഒരു സിറ്റിസണും അത് ബാധിക്കുന്ന പ്രശ്നമല്ല. അതിനെ ഇത്രയും ഒച്ചപ്പാടുകൂടെ ഉണ്ടാക്കിയാൽ ഈ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ബലം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നില്ല CAയെ ആ നിലയ്ക്ക് ഒരു മുസ്ലിം കൺസോളിഡേഷൻ LDFിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. ആലപ്പുഴ അതിൻ്റെ ഒരു നല്ലൊരു ലാബറട്ടറി ആയിട്ട് മാറട്ടെ ആ തിരഞ്ഞെടുപ്പിൽ. കാരണം അവിടെ ഗണ്യമായൊരു മുസ്ലിം സമുദായമുണ്ട്, പ്രത്യേകിച്ച് ഒരു കാൻഡിഡേറ്റ് ആ കമ്മ്യൂണിറ്റി പെട്ടതാണ് എന്നുള്ള നിലയിൽ നിർത്തുമ്പോഴും CAയെക്കുറിച്ച് BJPക്കെതിരെയുള്ള ആക്ഷേപം അത് കൂടുതൽ ബലം വരുന്നതിന് കാണിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ കോൺഗ്രസ് CAയെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ CAയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് വസ്തുത. ഐഡിയോളജിക്കൽ കാര്യങ്ങൾ പറയുമ്പോഴും CA കേരളത്തിൽ എങ്ങനെയാണ് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? ഇവിടുത്തെ ഏത് സിറ്റിസണാണ്, ഞാൻ എത്ര ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടുത്തെ ഒരു സിറ്റിസൺ കേരളത്തിലെ ഒരാൾക്ക് എങ്ങനെയാണ് CAയെ ബാധിക്കുന്നത്? അപ്പോൾ ഇതൊരു ദേശീയ പ്രശ്നമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആണ്. ആ നിലയിൽ ബാധിക്കാം. നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നമാണ്, അഭയാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ്, അതൊക്കെ ബാധിക്കാം. കേരളത്തിൽ ഇതിനെന്ത് റെലവൻസ് ആവുക?
അപ്പോൾ ഒരു ആൻറ്റി BJP കൺസോളിഡേഷൻ, ഒരു പ്രോ മുസ്ലിം അപ്പീസ്മെൻറ്റ്, ഇതാണ് ഇവിടെ പരിശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ വേറെ രീതിയിൽ കാണാൻ വഴിയുണ്ട്. BJPയെ ചെറുക്കണം എന്നുള്ള കാര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അഭിപ്രായ വ്യത്യാസം കാണത്തില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഏറ്റവും പറ്റിയത് UDF ആണെന്ന ചിന്താഗതിയിലേക്ക് അവരെത്തും. അസംബ്ലിയിലേക്ക് ചിലപ്പോൾ മറ്റൊരു തീരുമാനമാണ്.